ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, രണ്ട് ശ്വാസങ്ങളുടെ ഇടയിലാണ് നമ്മൾ ഈ കാണിക്കുന്ന അഭ്യാസങ്ങളെല്ലാം, അല്ലേ? ജനിച്ചു, അതിനുശേഷം നമ്മൾ മരിക്കും. അപ്പോൾ ഈ രണ്ട് റിയാലിറ്റീസാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിലുള്ളത്. ഇത് യഥാർത്ഥത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ശ്വാസത്തോടു കൂടി നമ്മൾ ജീവിതം ആരംഭിക്കുന്നു. അവസാന ശ്വാസത്തോടു കൂടി നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ ഭൗതിക ദേഹം ഉപേക്ഷിച്ചിട്ട് യാത്രയാവുന്നു. ട്രാൻസ്ഫർ ഓഫ് എനർജി എന്നാണ് നമ്മൾ മരണത്തിനെ പുതുതായിട്ട് നിർവചിക്കുന്നത്. പഴയ നിർവചനമാണ്, എങ്കിലും പുതുതായിട്ട് നമ്മൾ അതിനെ പറയുന്നത്. അതുകൊണ്ട് ഈ രണ്ട് ബ്രീത്തുകൾ എന്ന് പറഞ്ഞാൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദ സയൻസ് ഓഫ് ബ്രീത്ത്, അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ശ്വാസങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ പല ആളുകളും പലതരത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി വരുന്നുണ്ട്. സാധാരണയായിട്ട് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കാത്ത ഒന്നാണ്, ജലദോഷം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ശ്വാസത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്നത്. എന്നാൽ നമ്മുടെ മൂക്കിൻ്റെ രണ്ട് നാസാദ്വാരങ്ങളിലൂടെ പലതരത്തിലാണ് പ്രാണന്റെ ഗമനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ വിനിമയങ്ങളും എന്ന് നമുക്ക് യോഗശാസ്ത്രത്തിൽ അതിനെക്കുറിച്ച് ധാരാളമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു തലമാണ് ശരനൂൽ ശാസ്ത്രം. അതുപോലെ തന്നെ നമ്മളതിനെ വാശിയോഗം, ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും എക്സ്പെർട്ടായിട്ടുള്ള ശ്രീ രാഹുൽജിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. രാഹുൽ കാർത്തിക്. നമഃ ശിവായ. അദ്ദേഹത്തെ ഏറ്റവും ആദരവോടുകൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. നമസ്തേ. നമസ്തേ. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാം. അപ്പോൾ ദ സയൻസ് ഓഫ് ബ്രീത്ത് എന്ന് പറയുന്നത്, നോർമലി നമ്മൾ എല്ലാത്തിനും സയന്റിഫിക് നമ്മൾ പറഞ്ഞാണ് ചെയ്യുന്നത്. എസ്പെഷ്യലി കേരളൈറ്റ്സിനെ കുറച്ച് ശാസ്ത്രബോധം കൂടുതലുമാണ്. അപ്പോൾ എല്ലാത്തിനും ഒരു ശാസ്ത്രം കാണുന്ന നമ്മൾ, പക്ഷേ ശ്വാസത്തിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുത്തതായിട്ട് കാണുന്നില്ല. അപ്പോൾ പല ആളുകൾക്കും യഥാർത്ഥത്തിൽ ശ്വാസം എടുക്കാൻ പോലും അറിയില്ല എന്നാണ്. യോഗ ക്ലാസ്സുകളിൽ പോകുമ്പോൾ അറിയാം, ഞാൻ പലരും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വയറകത്തോട്ട് പോവുകയും ശ്വാസം വിടുമ്പോഴത്തേക്ക് വയറ് പുറത്തോട്ട് പോവുകയും ചെയ്യുന്ന, അപ്പോൾ അതിന് അത്രയേറെ നമ്മൾ പ്രാധാന്യം കുറച്ചാണ് കാണുന്നത്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവന്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടി പ്രപഞ്ചം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് പറയാം. അപ്പോൾ യഥാർത്ഥത്തിൽ ശവത്തിനെ ശിവമാക്കുന്ന നടുക്കിലുള്ള ഒരു വള്ളിയാണ്. ഈ വള്ളി തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ശ്വാസം എന്ന് പറയാൻ പറ്റും. അപ്പോൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ശ്വാസം, അതെന്തൊക്കെ രഹസ്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത് എന്ന് പറയാം. ശ്വാസത്തെക്കുറിച്ച് അങ്ങിപ്പോൾ വളരെ മനോഹരമായിട്ട് ഒരു ആമുഖം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ മലയാളത്തിൽ വിശ്വാസം എന്നൊരു വാക്ക് എഴുതിയാൽ അതിൻ്റെ ഉള്ളിലൊരു ശ്വാസമാണ്. അതെ. എപ്പോഴാണോ ശ്വാസം നിനക്ക് വിശ്വാസമായി മാറുന്നത്, ആ വിശ്വാസം നിന്നെ രക്ഷിക്കും. ആ ശ്വാസത്തെ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തുകയാണ് ശരയോഗ അല്ലെങ്കിൽ ശരനൂൽ ശാസ്ത്രം ചെയ്യുന്നത്. ശ്വാസം എന്ന് പറഞ്ഞാൽ കേവലം ഇൻഹെയിലിംഗ് ഓക്സിജൻ ആൻഡ് എക്സെയിലിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന നമ്മുടെ സാമാന്യ നിർവചനത്തിനപ്പുറത്തേക്ക് ശ്വാസം നമ്മുടെ ശാരീരിക മാനസിക തലങ്ങളെ നിയന്ത്രിക്കുന്ന അതീന്ദ്രിയ ശക്തിയും നമ്മൾ അന്വേഷിക്കുന്ന ഈശ്വരീയ ഭാവവുമാണെന്നുള്ള തിരിച്ചറിവാണ് ശരയോഗം നമ്മൾ ഉണർത്തുന്നത്. അത് തത്വമസി എന്ന് പറയുന്ന അതിശ്രേഷ്ഠമായ ഒരു തത്വത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തി. അപ്പോൾ ശരിക്കും നമ്മുടെ ഉള്ളിലെ ശ്വാസം, പ്രാണബോധം എന്ന് പറയുന്നത് കൃഷ്ണബോധമാണ്. ശരിക്കും മഹാഭാരത യുദ്ധത്തിൽ യുദ്ധഭൂമിയിൽ നിന്ന് അർജുനൻ അദ്ദേഹം ശത്രുപക്ഷത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം കാണുന്നത് പിതൃതുല്യനായ ഭീഷ്മ പിതാമഹനെയാണ്, തൻ്റെ ഗുരുവായ ദ്രോണരെയാണ്, തന്നോടൊപ്പം കളിച്ചു വളർന്ന തൻ്റെ സഹോദര തുല്യന്മാരായ കൗരവന്മാരെയാണ്. ഇമീഡിയറ്റ്ലി ആ നിമിഷം തന്നെ അർജുനൻ മാനസിക തലത്തിലേക്ക് പോയി. ആ പ്രസന്റിൽ നിന്ന്, യുദ്ധഭൂമിയിൽ നിൽക്കുന്ന അർജുനൻ എന്ന് പറയുന്ന ആ പ്രസന്റിൽ നിന്ന് അദ്ദേഹം പാസ്റ്റിലേക്ക് പോയി. ഭീഷ്മരുടെ വാത്സല്യം, ദ്രോണരുടെ അടുത്ത് നിന്ന് ധനുർവിദ്യ അഭ്യസിച്ച കാലഘട്ടം, കൗരവന്മാരോടൊപ്പം കളിച്ചു വളർന്ന ബാല്യകാലം, ഇതെല്ലാം പാസ്റ്റിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. ആ പാസ്റ്റിൽ നിന്ന് അദ്ദേഹം പിന്നെ ഇമീഡിയറ്റ്ലി ഫ്യൂച്ചറിലേക്ക് പോയി. ഈ ഭീഷ്മ പിതാമഹനെ ഞാൻ വധിച്ചാൽ പിതാവിനെ വധിക്കുന്നതിന് വലിയ പാപമാണ്. ഗുരുഹത്യ അതിലും വലിയ പാപമാണ്. സഹോദരന്മാരെ വധിക്കുന്നത് വലിയ കർമ്മദോഷമായി ഭവിക്കില്ല. അപ്പോൾ ഇദ്ദേഹം പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും പോയി. ആ നിമിഷം ആ പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും പോയി ഇദ്ദേഹത്തെ പ്രസന്റിലേക്ക് കൊണ്ടുവന്ന ബോധമാണ് കൃഷ്ണൻ. ആ ശരയോഗയുടെ
വ്യാഖ്യാന രൂപമാണ് ഭഗവത്ഗീത. അപ്പോൾ ഈ പാസ്റ്റിലും ഫ്യൂച്ചറിലും പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ എപ്പോഴാണോ ആ മനുഷ്യന് പ്രസന്റിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്, നമ്മൾ 41 ദിവസം വ്രതം നോറ്റ് ഇരുമുടിക്കെട്ടും ഏന്തി കരിമലയും നീലിമലയും കയറി കലിയുഗ വരദനായ ശ്രീധർമ്മശാസ്താവിന്റെ തിരുനടയിലെത്തുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി, നീ എന്തിനെ തേടി വന്നോ അത് നീ തന്നെയാകും. അത് നമ്മളെ ബോധിപ്പിക്കുന്ന ശാസ്താവ് ഇരിക്കുന്ന സ്ഥലം സന്നിധാനമാണ്. സന്നിധാനത്തിന്റെ അർത്ഥം പ്രസന്റ് എന്നാണ്. അപ്പൊ ആ പ്രസന്റിലേക്ക് നീ എപ്പോ എത്തുന്നോ ആ തത്വമസി നിന്നിലേക്ക് പ്രവർത്തിക്കും. നീ പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും നീ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ യു ആർ നോട്ട് കണക്റ്റഡ് ടു യുവർ പ്രാണബോധം. ആ പ്രാണമയ കോശത്തിലേക്ക് നിനക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. നീ മനോന്മയ കോശത്തിലായിരിക്കും നിന്റെ പ്രവർത്തനം. അപ്പോൾ ആ പ്രാണമയ കോശത്തിലേക്ക് നിന്നെ ഉയർത്തുന്നതിന് നീ പ്രസന്റിലേക്ക് വരണം. പ്രസന്റിലേക്ക് വരുമ്പോൾ നീ ജയിക്കുന്നത് ഭയത്തെയാണ്. നമ്മൾ പാസ്റ്റിലും ഫ്യൂച്ചറിലും പെട്ട് മുമ്പോട്ട് ജീവിക്കുമ്പോൾ നമ്മളെ നയിക്കുന്ന, നമ്മളെ ഭരിക്കുന്ന വികാരം ഭയമാണ്. ഇന്നലകളിൽ ഉണ്ടായതിനെ കുറിച്ചുള്ള ഭയം, നാളെയെക്കുറിച്ചുള്ള ഭയം, ഇതാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇന്നലകളെയും നാളെകളെയും നമുക്ക് എപ്പോഴാണോ സംഹരിക്കാൻ കഴിയുന്നത്, അതാണ് ശരിയായ ശിവബോധം. ആ സംഹരിച്ചുകൊണ്ട് നമ്മൾ എപ്പോഴാണോ പ്രസന്റിലേക്ക് പ്രവേശിക്കുന്നത്, ഈ നിമിഷത്തിലേക്ക്, ദ പവർ ഓഫ് നൗ, ഈ നിമിഷം മാത്രമാണ് റിയൽ. ഈ നിമിഷത്തിലേക്ക് നീ എപ്പോ നീ പ്രവേശിക്കുന്നോ നീ ഭയത്തെ ജയിക്കും. ഭയത്തെ ജയിക്കുന്നിടത്ത് ജീവിതം ആരംഭിക്കുന്നു. ലൈഫ് സ്റ്റാർട്ട്സ് വെയർ ഫിയർ എൻഡ്സ്, ഓഷോയുടെ വാചകം. അപ്പോൾ ആ ഭയത്തെ അതിജീവിക്കാനാണ് ശരിക്കും ശരയോഗ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഭയത്തെ അതിജീവിക്കണമെങ്കിൽ, പ്രസന്റിലേക്ക് വരണമെങ്കിൽ, ഈ പ്രസന്റിൽ എൻ്റെ ഉള്ളിലും അങ്ങയുടെ ഉള്ളിലും പ്രവർത്തിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ശ്വാസമാണ്. ആ ശ്വാസത്തെ നമ്മൾ വിശ്വാസമായി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ആ വിശ്വാസം നമ്മളെ രക്ഷിക്കും. ഇതാണ് ശരയോഗയുടെ പ്രാഥമികമായ ഒരു തത്വം. അപ്പൊ ഇതില് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് കൃഷ്ണബോധത്തെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ശിവബോധത്തെ കുറിച്ച് പറഞ്ഞു. നോർമലി ഇപ്പൊ എല്ലാം ഒന്നാണെന്നാണ് ഭാരതീയ മഹാവാക്യങ്ങളിൽ തന്നെ പറയുന്നത് തന്നെയാണ്. അപ്പൊ അതില് നമ്മള് തത്വമസി എന്ന് പറയുമ്പോൾ അത് നീയാവുന്നു എന്ന് പറയുന്നു. അത് ഏത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഉപനിഷത്തുകൾ പറയുന്നുണ്ട്, ഈ പ്രപഞ്ചത്തിലെ നമ്മൾ കാണുന്ന എല്ലാം, അതായത് നമ്മുടെ ചുറ്റാകെ പലതായി വികരിച്ചു നിൽക്കുന്ന എല്ലാം യഥാർത്ഥത്തിൽ എന്താണ്, ഞാൻ തന്നെയാണ് എന്നുള്ളൊരു ധാരണയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. അപ്പോൾ കൃഷ്ണ കോൺഷ്യസിലാണ് ശരിക്കും നമ്മൾ ഈ പറയുന്ന കലികാലത്തിന് ജീവിച്ച് തീർക്കേണ്ടത് എന്നും പറയുന്നു. അതിന്റെ തുടക്കം മാത്രമാണ് മഹാഭാരതത്തിന്റെ ആ ഒരു വാർഫീൽഡ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ ഈ കൃഷ്ണബോധവും ശൈവബോധവും പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ശിവയോഗ യഥാർത്ഥത്തിൽ ആരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നത്? നോർമലി നമുക്ക് അങ്ങനെ ഒരു സംശയം ആളുകളുടെ ഇടയിലുണ്ട്, അതായത് വൈഷ്ണവേറ്റ്സും ശൈവേറ്റ്സും എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ശരയോഗ എന്ന് പറയുമ്പോൾ ശരയോഗയുടെ ഉത്ഭവം പരിശോധിച്ചു കഴിഞ്ഞാൽ 64 കലകളിലൊന്നാണ്. 64 കലകളും ഭഗവാനിൽ നിന്ന്, ശ്രീ പരമേശ്വരനിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഭഗവാനിൽ നിന്ന് തന്നെ ഉത്ഭവിച്ച ഒന്നാണ് ശരയോഗ എന്ന് പറയുന്നത്. അപ്പോൾ ശരയോഗയുടെ ഉത്ഭവത്തെക്കുറിച്ച് തന്നെ പറയുന്നത്, ദേവി ഭഗവാനോട് ചോദിക്കുകയാണ്, ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവനവൻ്റെ ഭൂമിയിലെ ജീവിത കാലഘട്ടത്തിനിടയിൽ വിവിധങ്ങളായിട്ടുള്ള സംസാര ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് സ്വാഭാവികമായും ഒരു മനുഷ്യൻ ഭഗവാനിൽ അഭയം പ്രാപിക്കും. ഭഗവാനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരുവൻ ആരിൽ അഭയം പ്രാപിക്കും? അതായിരുന്നു ഭഗവാനോട് ദേവി ചോദിച്ച ചോദ്യം. ഭഗവാൻ അതിന് ഉത്തരം പറഞ്ഞു, ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തെക്കുറിച്ച് അറിയില്ലെങ്കിലും എന്നെക്കുറിച്ച് അറിയില്ലെങ്കിലും അവനിൽ അന്തർലീനമായിരിക്കുന്ന ശ്വാസത്തെ അറിയാനും നിയന്ത്രിക്കാനും സാധിച്ചാൽ അവൻ അവന്റെ കർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും പോലും മാറ്റിമറിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരയോഗ വിശദീകരിക്കുന്നത്. അപ്പൊ ശരയോഗയുടെ നമ്മൾ ഉത്ഭവം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ശിവപുരാണത്തിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആരാ കൃഷ്ണൻ? കൃഷ്ണന് ഓരോരുത്തരും ഓരോ നിർവചനമാണ്. ദുര്യോധനൻ പറഞ്ഞത് കൃഷ്ണൻ പുഞ്ചിരിക്കുന്ന തെമ്മാടിയാണെന്നാണ്. അവൻ കള്ളകൃഷ്ണനാണ്. അതെ, അവൻ കുട്ടികളോടൊപ്പം കളിക്കും, അവൻ വയസ്സായ സ്ത്രീകളുടെ അടുത്ത് പരദൂഷണം പറയും, അവൻ തിന്നും, അവൻ കുടിക്കും, അവൻ നൃത്തമാടും, അവൻ പാട്ടുപാടും. അപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കൃഷ്ണൻ എങ്ങനെയാ ദൈവമാവുന്നതെന്നാണ് ദുര്യോധനന്റെ ഒരു കാഴ്ചപ്പാട്. എന്നാൽ രാധ പറയുന്നു, കൃഷ്ണൻ എല്ലായ്പ്പോഴും എന്നോടൊപ്പമുണ്ട്. അവൻ എവിടെയാണെങ്കിലും ആരോടൊപ്പമാണെങ്കിലും എങ്ങനെയാണെങ്കിലും കൃഷ്ണൻ എപ്പോഴും എന്നോടൊപ്പമുണ്ട്. ശിഖണ്ഡി പറയുന്നത് കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു മന്ദമാരുതനാണ്. എപ്പോഴാണോ ആ കൃഷ്ണന്റെ സാമീപ്യം നമുക്ക് അനുഭവപ്പെടുന്നത് അത് നമ്മളെ സുരക്ഷിതമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. കൃഷ്ണൻ ഒരു അവബോധ തലമാണ്, അതാണ് നമ്മുടെ പ്രാണതലം. ആ അവബോധ തലം, കൃഷ്ണന്റെ അവബോധ തലം നമ്മൾ അറിയണമെങ്കിൽ, നമ്മളതിനെ കണക്ട് ചെയ്യണമെങ്കിൽ ലീല എന്താണെന്ന്, അതാണ് കൃഷ്ണലീല. ലീല എന്ന് പറഞ്ഞാൽ വിനോദം. ആ വിനോദത്തിലേക്ക് കടക്കാൻ പലപ്പോഴും ആത്മീയതയുടെ മേഖലയിലേക്ക് ഒരുപാട് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ പറ്റാതെ ഏറ്റവും ആഴത്തിലുള്ള ആത്മീയതയാണ് ഈ പറയുന്ന ലീല. ആ ലീലയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് സന്തോഷമുള്ള ഒരു മനസ്സുണ്ടാവണം, നമുക്ക് സ്നേഹമുള്ള ഒരു ഹൃദയം ഉണ്ടാവണം,
നമുക്ക് ഊർജ്ജസ്വലമായിട്ടുള്ളൊരു ശരീരം ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മളെ നയിക്കുന്ന പ്രാണബോധമാണ്, ശ്വാസബോധമാണ് കൃഷ്ണൻ. കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് അല്ല, വളരെ നല്ലൊരു കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. കാരണം ഈ ആത്മീയതയുടെ തലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ സംജാതമാകുന്ന ആനന്ദമായിരിക്കും. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു നിറപുഞ്ചിരി നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരണം, ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നല്ല. പക്ഷെ പലപ്പോഴും പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ സന്യാസ ഇതിലിരിക്കുന്ന പല ആൾക്കാരും, അല്ലെങ്കിൽ ആത്മീയ മേഖലയിലിരിക്കുന്ന പല ആൾക്കാരും, പക്ഷെ അവരുടെ മുഖം അങ്ങനെ അല്ല പലപ്പോഴും. അതായത് അല്ലെ, അവർക്ക് ചിരിക്കാൻ അവർക്ക് അറിയില്ല. കാരണം ഒരു ഗൗരവമാണ് ഇതെന്ന് വിചാരിക്കുന്ന ഒരു രീതിയുണ്ട്. അത് പലപ്പോഴും ആളുകളെ ആത്മീയതയിൽ നിന്ന് മാറ്റുന്നു. ആത്മീയതയിൽ നിന്ന് മാറ്റുക എന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. ശരിക്കും നമ്മുടെ ജീവിതം തന്നെ ആത്മീയമാണ്. നമ്മുടെ ഉള്ളിലുള്ള സ്പിരിറ്റിനെ അറിയുന്നത് തന്നെയാണ് സ്പിരിച്വൽ, അല്ലെ, അല്ലാതെ മറ്റൊന്നുമില്ല. എങ്കിലും ഈ ഒരു ധാരണ ആളുകളിലേക്ക് ഉണ്ട് എന്നാണ്. അപ്പൊ ഈ പ്രപഞ്ചം തന്നെ എന്താണെന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് ആത്യന്തികമായിട്ടൊരു ശുദ്ധമായ ഒരു ലീലയാണ്, ഒരു തമാശ, അല്ലെങ്കിൽ ഒരു വിനോദം മാത്രമാണ്. അത് അറിഞ്ഞുകൊണ്ട് കളിക്കുന്നവരുടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതാണ് ഭഗവാൻ എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതും ഈ പിന്നെ നമ്മുടെ ഈ പറയുന്ന ഭൈരവതന്ത്രത്തിൽ വരുന്നതാണോ? ഇല്ല, ശരിക്കും ശരയോഗ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന എല്ലാ യോഗവിദ്യകളുടെയും ധ്യാനവിദ്യകളുടെയും മാതാവ്. ഇപ്പൊ നമ്മള് അഷ്ടാംഗ യോഗയിലേക്ക് പോയി. അഷ്ടാംഗ യോഗ എന്ന് പറയുമ്പോൾ യമ, നിയമ, ആസന, പ്രാണായാമ, ധ്യാന, പ്രത്യാഹാര, ധാരണ, സമാധി, അതിലൂടെയാണല്ലോ പോകുന്നത്. അതിനകത്തൊരു ചെറിയ പാർട്ട് മാത്രമാണ് ഈ പറയണ പ്രാണായാമം എന്ന് പറയുന്നത്. ശ്വാസത്തെ മുൻനിർത്തിയുള്ള ഒരു വ്യായാമം. പ്രാണ ആയാമം അവിടെ വരുന്നത് അവിടെ മാത്രമാണ്, പ്രാണായാമത്തിൽ മാത്രമേ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ തന്നെ യമ, നിയമ, ആസന, പ്രാണായാമം കഴിഞ്ഞാൽ ധ്യാനിക്കാൻ അഷ്ടാംഗ പറയണം. അപ്പം നീ ധ്യാനിക്കുന്നത് മനസ്സിന് വേണ്ടിയിട്ടാണ്. മനോനിയന്ത്രണം സാധ്യമാവണമെങ്കിൽ ശ്വാസത്തെ നിയന്ത്രിച്ചാൽ മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് പ്രാണായാമം കഴിഞ്ഞ് ധ്യാനിക്കാൻ യോഗ പറയുന്നത്. പക്ഷെ നമ്മളെങ്ങനെയാണ് പലപ്പോഴും ധ്യാനിക്കുന്നത്? പലരും പറയാറുണ്ട് ഞാൻ രാവിലെ 5 മണി മുതൽ 6 മണി വരെ ധ്യാനിക്കും, അല്ലെങ്കിൽ പറയാറുണ്ട് ഞാൻ നിങ്ങളെ ധ്യാനം പഠിപ്പിക്കാം. ഇത് രണ്ടും തെറ്റാണ്. ആർക്കും ബോധപൂർവ്വം ധ്യാനത്തിൽ ഇരിക്കാനും സാധിക്കില്ല, ആർക്കും ആരെയും ധ്യാനം പഠിപ്പിക്കാനും സാധിക്കില്ല. ധ്യാനം സ്വാഭാവികമായി സംഭവിക്കുന്നത് സഹജമായ ഒന്നാണ്. അത് ശ്വാസബോധത്തിൽ നിന്നുകൊണ്ട് മാത്രമേ സംഭവിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് നമ്മൾ ഈ പറയുന്ന വിജ്ഞാന ഭൈരവതന്ത്രയിലേക്ക് വരുമ്പോൾ വിജ്ഞാന ഭൈരവതന്ത്ര 112 ധ്യാന മുറകളാണ്. അതിൽ ശ്വാസത്തെ തന്നെ മുൻനിർത്തിക്കൊണ്ട് കുംഭകം, പൂരകം, രേചകം, കുംഭകം, പിന്നെ ബാഹ്യകുംഭകം, ഈ പറയുന്ന തലങ്ങളിൽ നിർത്തിക്കൊണ്ട് ശ്വാസത്തെ ശ്രദ്ധിക്കുന്ന മറ്റൊരു തലമാണ്. പക്ഷേ അവിടെ 112 വിദ്യകളുണ്ട്. അവിടെ ശരിക്കും ശ്വാസത്തിന്റെ ഗതിവിഗതി മാത്രമാണ് അവിടെ ശ്രദ്ധിക്കുന്നത്. പുറത്തേക്കും അകത്തേക്കുമുള്ള ഗതിയാണ് നമ്മൾ അവിടെ ശ്രദ്ധ കൊടുക്കുന്നത്, ഇൻഹെയിലിങ്ങും എക്സെയിലിംഗ്. പക്ഷേ ശരയോഗയിലേക്ക് വരുമ്പോൾ ശരയോഗ കേവലം ഇൻഹെയിലിംഗ് ഓർ എക്സെയിലിംഗ്, അല്ലെങ്കിൽ ഡീപ്പ് ബ്രീത്ത് ഇൻ അല്ലെങ്കിൽ എക്സെയിലിംഗ് ലോങ് ഔട്ട്, അങ്ങനെയുള്ള ഒരു പ്രോസസ്സ് അല്ല. മറിച്ച് നമ്മുടെ പ്രാണൻ, നമ്മുടെ ശ്വാസം നമ്മുടെ ഉള്ളിൽ വ്യത്യസ്തമായ 3 നാഡികളിലൂടെ കടന്നു പോകുന്നു. ശരിക്കും ദശനാഡികളിൽ പ്രധാനപ്പെട്ട 3 നാഡികൾ. ഈ നാഡികളിലൂടെ കടന്നു പോകുന്ന പ്രാണൻ അത് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ അതാണ് ബ്രഹ്മം. ബ്രഹ്മം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ബ്രഹ്മവർദ്ധത. നിന്റെ ഉള്ളിൽ എന്താണോ സദാ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത് അത് ബ്രഹ്മം. നിന്റെ ഉള്ളിൽ സദാ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ശ്വാസമാണ്. ശ്വാസം ഒന്നായി ഉള്ളിലേക്ക് പ്രവേശിച്ച് അത് 2ആയി, അത് 5ആയി, അത് 10ആയി ദശവായുക്കളായിട്ട് പ്രവർത്തിക്കും, അല്ലേ? പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, ധ്യാനൻ എന്ന് തുടങ്ങി ധനഞ്ജയൻ വരെയുള്ള 10 വായുക്കളായിട്ട് അത് പ്രവർത്തിക്കും. ആ 10 വായുക്കളുടെ പ്രവർത്തനം ശരിയായി നടക്കുമ്പോൾ ശരിക്കും കുണ്ഡലിനി എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. കുണ്ഡലിനി എന്ന് പറഞ്ഞാൽ കുണ്ഠം അനൽ നീ, നിന്റെ മൂലാധാരത്തിൽ നിന്നും അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നി എന്നാണ് കുണ്ഡലിനി എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഈ മൂലാധാരത്തിൽ അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നി ദശവായുക്കളിൽ 1ാമത്തെ വായുവായ പ്രാണനാണ്. പ്രാണന്റെ ഊർധ്വഗമനമാണ്. പ്രാണൻ മൂലാധാരത്തിൽ നിന്ന് മുകളിലേക്ക് ഉയരുകയാണ് ചെയ്യണം. അപ്പൊ കുണ്ഡലിനി അവൈക്കനിങ് അല്ല സംഭവിക്കുന്നത്, കുണ്ഡലിനി റൈസിംഗ് ആണ് സംഭവിക്കുന്നത്. ഈ മുകളിലേക്ക് ഉയരുന്ന പ്രാണൻ ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥികളെ വിഭേദിച്ചുകൊണ്ട് ഈ പറയുന്ന സഹസ്രയിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ് ശരിക്കും അതിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. അപ്പൊ ഇത് മുകളിലേക്ക് ഉയരുന്ന സമയത്ത് ഈ ട്രാവൽസ് ത്രൂ 3 ഡിഫറെന്റ് മെറിഡിയൻസ്. അത് 3 മെറിഡിയൻസിലൂടെ കടന്നു പോകും. അതാണ് ഇടനാടി, വലനാടി, സുഷ്മിന. ഇട, പിംഗല, സുഷ്മിന എന്ന് പൊതുവിൽ പറയാറുണ്ട്. അപ്പോൾ ഈ 3 മെറിഡിയൻസിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇത് കടന്നു പോകുന്ന സമയത്ത് ഏത് നാഡിയിലൂടെ പ്രാണൻ കടന്നു പോകുന്നു, ആ പ്രാണൻ കടന്നു പോകുന്ന നാഡിക്കനുസരിച്ചാണ് അവിടെ പ്രാണന്റെ ഏത് ഗതിയാണോ സംഭവിച്ചിരിക്കുന്നത് ആ ഗതിക്കനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ അനുഭവങ്ങളും നമുക്ക് ഉണ്ടാകുന്നത്.
ചിലർ പറയാറുണ്ട് എവറിത്തിങ് ഈസ് പ്രീ ഡിറ്റർമിൻഡ്, എല്ലാം മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതാണ്. എവറിത്തിങ് ഈസ് ഗോഡ്സ് വിൽ, എല്ലാം ദൈവത്തിന്റെ തീരുമാനമാണ്. ശരയോഗ വളരെ ക്ലിയർ ആയി പറയുന്നു, നിന്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളുടെയും അടിസ്ഥാനം നിന്റെ പ്രാണന്റെ സഞ്ചാരഗതിയാണ്. നിന്റെ പ്രാണന്റെ സഞ്ചാരഗതിയെ നീ അറിയുകയും നിയന്ത്രിക്കുകയും ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നീ ശരയോഗി എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തി. സ്ഥൂല ശരീരത്തിലും സൂക്ഷ്മ ശരീരത്തിലും കാരണ ശരീരത്തിലും പ്രാണൻ പ്രവർത്തിക്കുന്നു. ഈ 3 ശരീരത്തിലുള്ള പ്രാണന്റെ സഞ്ചാരഗതിയെ അറിയുമ്പോൾ ഈ വിദ്യ ത്രികാല വിദ്യയാവും. ഈ 3 ശരീരങ്ങളിലുമുള്ള പ്രാണന്റെ സഞ്ചാരഗതിയെ അറിഞ്ഞ ഒരുവനെ നമുക്ക് ത്രികാലജ്ഞാനി എന്ന് വിളിക്കാം. സ്വപ്രാണനെ സ്വയം അറിഞ്ഞ് ചലിപ്പിച്ചാൽ ശിവസ്ഥാനം കരസ്ഥമാകും, അവനാണ് യോഗി. അപ്പൊ ആ തലത്തിലേക്കാണ് ശരിക്കും പ്രാണബോധം, ശ്വാസബോധം നമ്മളെ നയിക്കുന്നത്. അപ്പൊ അവിടേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മളെ ഇടനാടിയിലൂടെയും വലനാടിയിലൂടെയും സുഷുമ്നയിലൂടെയുള്ള പ്രാണന്റെ സഞ്ചാരഗതി അറിയണം. ഓരോ നാടിയിലും പ്രാണൻ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാകണം. ആ അനുഭവങ്ങളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, ആ ബോധത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ കേവലം ശ്വാസം എന്ന് പറയുന്ന പ്രക്രിയയിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. അതാണ് ശരയോഗയുടെ പ്രസക്തി എന്ന് പറയുന്നത്. കേവലം ഒരു പ്രാണായാമം പോലെയോ അല്ലെങ്കിൽ വിജ്ഞാന ഭൈരവതന്ത്ര പോലെയോ ഒരു പ്രാക്ടീസ് അല്ല, മറിച്ച് നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവും ഭൗതികവും ആയിട്ടുള്ള എല്ലാ തലങ്ങളെയും സ്വാധീനിക്കാനായിട്ട് ശരയോഗയ്ക്ക് സാധിക്കും. ശരയോഗയുടെ ഒരു വിജയവും അവിടെയാണ്. കേവലം ശ്വാസത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതെല്ലാം സാധിക്കും എന്നുള്ളതാണ് ശരയോഗയുടെ വിജയം എന്ന് പറയുന്നത്, ശരമൂൽ ശാസ്ത്രത്തിന്റെ വിജയം എന്ന് പറയുന്നത്.